ഹലോ, അജ്വാന ദുബായിൽ നിന്നുകൊണ്ട് മലയാളത്തിന് പ്രൗഡായി, ഇന്ത്യക്ക് പ്രൗഡായി ഒരു മൂവി ഫുള്ളി 3Dയിൽ ഇറങ്ങിയാണ്. അതിന്റെ ഫസ്റ്റ് സോങ് റിലീസായിരുന്നു നമ്മുടെ ദുബായ് മാളിൽ വെച്ചിട്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭാഗ്യത്തോടെ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അടിപൊളി 3D എഫക്റ്റ് ആയിരുന്നു. എന്താ പറയാൻ എനിക്കറിയില്ല, അത്ര സന്തോഷത്തോടെയാണ് എൻ്റെ ടീമിൽ അലറിൻ്റെ കൂടെ ബറോസ ദുബായ് മാളിൽ നിന്ന് കണ്ടത്. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക. സോങ് അത്ര അടിപൊളിയാണ്. ഹൃദയത്തിന്റെ അങ്ങേയറ്റത്ത് ഫാമിലിക്ക് പോലും കാണാൻ പറ്റിയ സോങ് ആണ്. നിങ്ങൾ സ്വന്തം അജു ഫ്രം ദുബായ്. ഹായ്, ഐ ആം ജെസ്സി. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മോഹൻലാലിന്റെ ബറാസോ എന്ന് പറഞ്ഞ മൂവിയുടെ സോങ് ലോഞ്ച് കഴിഞ്ഞിട്ട് വരികയാണ്. സോങ് കേട്ട് ദ ഇസബല്ല ഇസബല്ല എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും റീൽസിൽ അത് എല്ലാവരും ഏറ്റെടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ മൂവിയുടെ കാര്യം പറയുകയാണെങ്കിൽ 3D മൂവി ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൂവിക്ക് എന്തോ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഉറപ്പാണ് നിങ്ങളിത് ഏറ്റെടുക്കുന്നുള്ളത്. കട്ട വെയിറ്റിംഗ് ആണ്. നമസ്കാരം. കണ്ടു. കണ്ടപ്പോൾ തോന്നിയത് പിന്നെ നമ്മൾ 3D ഒക്കെ മൈ ഡിയർ കുട്ടിച്ചാത്തനൊക്കെ കണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും അതിൻ്റെ ഒരു സാങ്കേതിക തികവും ഒപ്പം ഷോട്ടുകളും ശരിക്കും ഭയങ്കര നമ്മുടെ മുന്നിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഓരോ പിന്നെ ഫ്രെയിമും പല നമ്മളെ മുമ്പൊക്കെ മൈ ഡിയർ കുട്ടിച്ചാത്തനെ അപ്പോൾ പേടിച്ച് പോയതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ചെറിയ ആ ഒരു ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് സാധനങ്ങൾ നല്ല ഫീലിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, ഞാൻ നവാസ് കറാവനാട്. ഇന്ന് ഒരു ഓഡിയോ ലോഞ്ചിങ് ഉണ്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ സിനിമയായ ബറോസിൻ്റെ 3D. അമേസിംഗ് ആണ്. നിങ്ങൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു വലിയൊരു സംഭവം അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു 3D സിനിമയാണ്. മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഇനി ഇങ്ങനത്തെ സിനിമ മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ വാച്ച് ദ മൂവി. അപ്പോൾ വാച്ച് ഓൺ 25th ഇൻ തിയേറ്റർ എക്സ്പീരിയൻസ്.